ആയില്യം നക്ഷത്രഫലങ്ങൾ. നിങ്ങൾ ഭാഗ്യശാലിയായിരിക്കും. ആരോഗ്യപ്രദമായ ശരീരഘടനയും നിങ്ങൾക്കുണ്ടാകും. എല്ലാവരെയും വശീകരിക്കാനുള്ള മാന്ത്രികത നിങ്ങളുടെ സംഭാഷണത്തിലുണ്ട്. ആളുകളുമായി സംസാരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുകയും ഒരു വിഷയത്തിന്മേൽ മണിക്കൂറുകൾ ചിലവഴിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കാര്യമാക്കാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഭംഗിയുള്ള ചെറിയ കണ്ണുകളോടും കൂടിയ നിങ്ങളുടെ മുഖം ചതുരമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമർഥ്യവും നയിക്കാനുള്ള കഴിവും ഉയരങ്ങളിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരും തലയിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതിനാൽ നിങ്ങളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നയാൾ നിങ്ങളുടെ വാക്കുകൾ തിരസ്കരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നത് നിങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ്. ചിലപ്പോഴൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങളെ സഹായിച്ചവരോടുള്ള ഉപകാരസ്മരണ നിങ്ങൾ മറക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ അത് താറുമാറാക്കിയേക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കോപവും ആളുകളെ നിങ്ങൾക്ക് എതിരാക്കുന്നു. അതിനാൽ എപ്പോഴും അതിന്മേൽ നിയന്ത്രണം വയ്ക്കുക. എന്തുതന്നെയായാലും നിങ്ങൾ വളരെ സൗഹാർദ്ദനും സർവജനബന്ധിയുമാണ്. ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ തന്നെ അത് വിശകലനം ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. ആയതിനാൽ അതിനായി നിങ്ങൾ പൊതുവെ തയ്യാറായിരിക്കും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല. ഇത് വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു. നിങ്ങൾ രുചികരവും മികച്ചതുമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷേ ലഹരി പിടിപ്പിക്കുന്നവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ചിന്തകളിലും എന്തെങ്കിലും ചെയ്യുന്നതിലും നിങ്ങളുടെ മനസ്സ് എപ്പോഴും തിരക്കിലാണ്. കൂടാതെ നിഗൂഢമായ രീതിയിൽ ജോലി ചെയ്യുന്നതിൽ നിങ്ങൾ ആനന്ദിക്കുന്നു. ആളുകളെ നിങ്ങളുടെ വാക്കുകളിൽ സമ്മോഹനമാക്കുന്നതിൽ നിങ്ങൾ സമർത്ഥനാണ്. ഇത് രാഷ്ട്രീയ രംഗത്ത് നിങ്ങളെ വിജയിപ്പിക്കും. ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള കഴിവുകളോടുകൂടിയ നേതൃത്വ ഗുണം നിങ്ങൾക്കുണ്ട്. കഠിനാധ്വാനത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ സാമർഥ്യമുള്ള ജോലി തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്ക് ഉപകരിക്കുന്നതുവരെ നിങ്ങൾ ആളുകളോട് ചേർന്ന് നിൽക്കും. ആളുകളെ വിലയിരുത്തുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ പ്രാഗൽഭ്യമാണ്. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. കൂടാതെ നിങ്ങൾ ഒരു നല്ല പ്രസംഗകനും കലാകാരനുമാണ്. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ നിർത്തുകയുള്ളൂ. വിദ്യാഭ്യാസം, വരുമാനം. നിങ്ങളൊരു നല്ല എഴുത്തുകാരനാണ്. നിങ്ങൾ അഭിനയ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിജയായ അഭിനേതാവാക്കാൻ കഴിയും. നിങ്ങൾ കലയുടെയും വ്യവസായത്തിൻ്റെയും മേഖലകളിലേക്കും പോവുകയും ബിസിനസ് ചെയ്യുന്നത് വഴി ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരു ജോലി ദീർഘനാൾ ചെയ്യാതിരിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ബിസിനസ് കൂടി നടത്തും. വസ്തുതകളുടെ കാഴ്ചപ്പാടിൽ നിന്നും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ആവശ്യത്തിന് സമ്പത്തുണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അനുകൂലമായ തൊഴിലുകളാണ് കീടനാശിനി അല്ലെങ്കിൽ വിഷവുമായി ബന്ധപ്പെട്ട ജോലികൾ, പെട്രോളിയം വ്യവസായം, രസതന്ത്രം, സിഗരറ്റ്, പുകയില സംബന്ധമായ ബിസിനസ്, യോഗ പരിശീലകൻ, സൈക്കോളജിസ്റ്റ്, സാഹിത്യം, കല, കൂടാതെ ടൂറിസം സംബന്ധമായ ജോലികൾ, ജേർണലിസം, എഴുത്ത്, ടൈപ്പിംഗ്, തുണി, നഴ്സിംഗ്, സ്റ്റേഷനറി നിർമ്മാണവും വിതരണവും മുതലായവ. കുടുംബജീവിതം. നിങ്ങളെ ആരെങ്കിലും പിന്തുണച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. നിങ്ങൾ കുടുംബത്തിലെ മൂത്തയാളായിരിക്കും. മൂത്തയാളെന്ന നിലയ്ക്ക് നിങ്ങൾ കുടുംബപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്തു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയെ കുറവുകൾ വിസ്മരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ആദർശപരമായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രകൃതവും പെരുമാറ്റവും എല്ലാം എല്ലാവരിലും മതിപ്പുണ്ടാക്കും. ഈ നക്ഷത്രത്തിൻ്റെ അവസാന ദശയിലാണ് നിങ്ങൾ പിറന്നതെങ്കിൽ നിങ്ങൾ അത്യധികം ഭാഗ്യശാലിയാണ്.